ബഹുമാന്യനായ അധ്യക്ഷൻ ഈ തണൽ എന്ന ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനും അതിനെ മുന്നോട്ട് നയിക്കുന്ന ചാലകശക്തിയുമായ ശ്രീ അബ്ദുൽ ലത്തീഫ് സാഹിബ്, ഈ വേദിയിലുള്ള സഫാരി ഗ്രൂപ്പിൻ്റെ സാരഥി ശ്രീ അബൂബക്കർ സാഹിബ്, ഫ്രണ്ട് ലൈൻ ഗ്രൂപ്പിൻ്റെ അധിപനായ ശ്രീ നാസർ സാഹിബ്, എൻ്റെ സുഹൃത്ത് ശ്രീ ഷഫീഖ്, മുഹമ്മദ് പൊന്നാനി, സ്വാഗതം ആശംസിച്ച മൻസൂർ, മറ്റ് സഹോദരി സഹോദരന്മാരെ, ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ബംഗ്ലാദേശിൽ 1976 ഇത്തരത്തിലുള്ള ഗ്രാമീണ അയൽക്കൂട്ടങ്ങളുണ്ടാക്കി പിന്നീടത് ഗ്രാമീണ ബാങ്കുകളാക്കി വികസിപ്പിച്ച് നോബൽ സമ്മാനം കരസ്ഥമാക്കി ഇന്ന് ബംഗ്ലാദേശിൻ്റെ ഭരണസാരഥ്യം വരെ വഹിക്കുന്ന മുഹമ്മദ് യൂനുസിൻ്റെ ഒരു ജൈത്രയാത്രയാണ് ഞാൻ ഓർക്കുന്നത്. അതിന് സമാനമായ രീതിയിൽ ഈ മാറഞ്ചേരി എന്ന രാഷ്ട്രീയ പ്രബുദ്ധമായ ജനാധിപത്യ ഉത്ബുദ്ധതയുള്ള വലിയ പൈതൃകവും ചരിത്രവും മഹാമനീഷികളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതവുമൊക്കെയായ ഈ ഇടത്ത് ശ്രീ ലത്തീഫ് സാഹിബ് ഇതിങ്ങനെ തുടക്കം കുറിക്കുമ്പോൾ ഇതിങ്ങനെ ഉത്തരോത്തരം പുരോഗതിയിലേക്ക് ഉയർന്ന് പറക്കുകയാണ്. തീർച്ചയായിട്ടും ചില വിശ്വാസപരമായ പരിമിതികളോ നിയമപരമായ പ്രതിസന്ധികളോ ഇല്ലായിരുന്നുവെങ്കിൽ മറ്റൊരു ഇസാഫിനെ പോലെ അതിലേറെ ഗംഭീരമായ ഒന്നായിട്ട് ഇത് മാറേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. പക്ഷേ തങ്ങളുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവയൊക്കെ അതിജയിക്കുന്ന തരത്തിൽ ഈ മഹാസംരംഭത്തെ ശ്രീ ലത്തീഫ് സാഹിബും സഹപ്രവർത്തകരും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ നേർ സാക്ഷ്യങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഒരുപാട് സഹോദരിമാരാണ് ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ളത്. ജാതി മത ഭേദമന്യേ എല്ലാവരെയും ഒരുമിപ്പിക്കുന്നൊരു ഘടകം സ്വാഭാവികമായിട്ടും സാമ്പത്തിക സ്വയം പര്യാപ്തത എന്നത് തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ സ്ത്രീ വിമോചന പ്രത്യയശാസ്ത്രം എന്നത് അവരെ സാമ്പത്തികമായി സ്വയം പര്യാപ്തരാക്കുക, അവരെ വിദ്യാസമ്പന്നരാക്കുക എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ നാട്ടിലൊരു സ്ത്രീ വിമോചനം എന്ന് പലരും പറയുന്ന മഹത്തായ ആശയം സാധ്യമാകും. ആ വലിയൊരു ആശയത്തിനാണ് ലത്തീഫ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ തണൽ ഇവിടെ തിരശീല ഉയർത്തിയിട്ടുള്ളത്, തിരികൊളുത്തിയിട്ടുള്ളത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ സാമ്പത്തിക സ്വയം പര്യാപ്തത എന്നത് ഈ ബാങ്കിങ് രംഗവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. സാമ്പത്തിക വിനിമയങ്ങളാണ്, പരസ്പര കൂട്ടായ്മയാണ്, പാരസ്പര്യമാണ്, സൗഹാർദ്ദമാണ്, സാഹോദര്യമാണ്, സഹവർത്തിത്വമാണ്, സഹിഷ്ണുതയാണ്. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളാൽ ചേർന്ന ഒന്നാണ് സാമ്പത്തിക സ്വയം പര്യാപ്തത. നിങ്ങളെപ്പോലെ ഇവിടെ ഇരിക്കുന്നത് പോലെയുള്ള ഒരു സഹോദരിയാണ് ഇന്ത്യ രാജ്യത്ത് 1969 അന്നത്തെ ബാങ്കുകളെ മുഴുവൻ ദേശസാൽക്കരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ പാവപ്പെട്ടവൻ്റെ സാമ്പത്തിക മുന്നേറ്റത്തിന് ഊടും പാവും പകർന്നത് എന്ന് ഞാൻ സാന്ദർഭികവശാൽ ആലോചിച്ചു പോവുകയാണ്. കാരണം 1950കളിലും 60കളിലുമൊക്കെ ഇന്ത്യ രാജ്യത്തെ ബാങ്കുകൾ അത് വലിയ വലിയ വ്യവസായികളുടെ കയ്യിലായിരുന്നു, വലിയ വലിയ ജനസമൂഹങ്ങളുടെ സമുദായങ്ങളുടെ കയ്യിലായിരുന്നു. അവർ പാവപ്പെട്ടവൻ്റെ ഒരു വിഷയത്തിലേക്കും കണ്ണു പായിച്ചിരുന്നില്ല. പാവപ്പെട്ടവന് വീടുണ്ടാക്കാനോ പാവപ്പെട്ടവന് കൃഷി ആവശ്യത്തിനോ എന്തിന് പാവപ്പെട്ടവനൊരു ബാങ്ക് അക്കൗണ്ട് കൊടുക്കാൻ വരെ പലപ്പോഴും ബാങ്കുകൾ തയ്യാറല്ലായിരുന്നു. അവരൊക്കെ കുത്തകകളുടെ വ്യാവസായിക താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടവരായിരുന്നു. ആ ബാങ്കുകളെ ശ്രീമതി ഇന്ദിരാഗാന്ധി 1969 ദേശസാൽക്കരിച്ചത് ഞാൻ ഓർത്തു പോവുകയാണ്. നമ്മുടെ തെക്കേ ഇന്ത്യയിൽ പിന്നെ നമ്മുടെ കനറ ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്, ഇതൊക്കെ ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ കയ്യിലായിരുന്നു. അതുപോലെ തന്നെ
ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ഇന്ത്യൻ ബാങ്ക് ഇതൊക്കെ തമിഴ്നാട്ടിലെ ചെട്ടിയാർമാരുടെ കയ്യിലായിരുന്നു. പഞ്ചാബ് നാഷണൽ ബാങ്ക് ആര്യ സമാജത്തിൻ്റെ കയ്യിലായിരുന്നു. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ടാറ്റയുടെ കയ്യിലായിരുന്നു. യൂക്കോ ബാങ്ക് ബിർളയുടെ കയ്യിലായിരുന്നു. സമാനമായിട്ട് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ബാങ്ക് ഓഫ് ഇന്ത്യ ഇതൊക്കെ മഹാരാഷ്ട്രയിലെ പിന്നെ പ്രധാനപ്പെട്ട സമുദായങ്ങളുടെയും കുടുംബങ്ങളുടെയും കയ്യിലായിരുന്നു. ബാങ്ക് ഓഫ് ബറോഡ ബറോഡയിലെ രാജവംശത്തിൻ്റെ കയ്യിലായിരുന്നു. സെൻട്രൽ പിന്നെ ബാങ്ക് ലിമിറ്റഡ് അത് ബംഗാളിലെ വ്യവസായികളുടെ കയ്യിലായിരുന്നു. അത്തരത്തിൽ വിവിധങ്ങളായ വ്യവസായികളാൽ നയിക്കപ്പെട്ട ബാങ്കുകളെ ഇന്ദിരാഗാന്ധി 1969-70 കാലത്ത് ദേശസാൽക്കരിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ഭാഗമാക്കിയപ്പോൾ ബാങ്കുകളൊക്കെ നമുക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഇടങ്ങളായിട്ട് സാവധാനം പരിവർത്തിക്കപ്പെടുകയായിരുന്നു. തീർച്ചയായിട്ടും ആ ബാങ്കുകൾ സാധാരണക്കാരൻ്റേത് ആയി മാറിയതോടുകൂടിയാണ് മാറഞ്ചേരിയിൽ നിന്നും പെരുമ്പടപ്പിൽ നിന്നും പൊന്നാനിയിൽ നിന്നും ചെങ്ങരംകുളത്ത് നിന്നും എടപ്പാളിൽ നിന്നും ഒക്കെ വ്യവസായികളും സംരംഭകരൊക്കെ ഉണ്ടായിരുന്നത്. ഞാൻ ആലോചിച്ചു പോവുകയാണ്, ഒരുപക്ഷെ ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ സഫാരി അബൂബക്കർ സാഹിബിൻ്റെയും ഫ്രണ്ട് ലൈൻ നാസർ സാഹിബിൻ്റെയൊക്കെ ഗതികോർജം, പ്രവർത്തന വേഗം ഒരുപക്ഷെ ഇത്ര പെട്ടെന്നുണ്ടാകുമായിരുന്നില്ല. അവരൊക്കെ പ്രവാസി വ്യവസായികളാണെങ്കിൽ പോലും ബാങ്കുകളൊക്കെ കുത്തകകളിൽ നിന്ന് പാവപ്പെട്ടവനിലേക്ക് വന്നത് നമ്മുടെ നാട്ടിലെ അവരെ പോലുള്ളവരടക്കം നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ആളുകളെയൊക്കെ വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഗ്രാമീണ ബാങ്കുകൾ ഒരുപാട് വന്നു, സഹകരണ ബാങ്കുകൾ ഒരുപാട് വന്നു. അതുപോലെ തന്നെ നബാർഡ് പോലുള്ള സ്ഥാപനങ്ങൾ, ഈ സ്വയം സഹായ സംഘങ്ങൾ, ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, SHGകളെയൊക്കെ സഹായിക്കാൻ മുന്നോട്ട് വന്നു. അങ്ങനെയൊക്കെ വലിയ തോതിലുള്ള രാഷ്ട്രീയവും ജനകീയവുമായ ഇടപെടലുകളിലൂടെയാണ് നമ്മുടെ സമൂഹം ഇന്ന് സാധ്യമാക്കിയ വികാസം ഇവിടെ സംഭവിച്ചത്. ആ വികാസത്തിലേക്കാണ് ഈ മാറഞ്ചേരിയുടെ ഒരു മാതൃകയും സംഭാവനയുമായിട്ട് തണല് കാലൂന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും തണല് നേരത്തെ ലത്തീഫ് സാഹിബ് പറഞ്ഞതുപോലെ 200 ചില്ലാനം സമാനമായ സംരംഭങ്ങൾക്ക് മാതൃകയായി മാറിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം ഞാനിവിടെ ഇരുന്ന് കേട്ടു. അതുപോലെ തന്നെ സ്ത്രീ വിമോചന രംഗത്ത്, സ്ത്രീ ശാക്തീകരണ രംഗത്ത്, സ്ത്രീ സ്വയം പര്യാപ്തത രംഗത്ത്, സ്ത്രീകളെ സാമ്പത്തികമായിട്ട് ഉന്നതിയിലേക്ക് എത്തിക്കുന്ന കാര്യത്തിലൊക്കെ തണലിൻ്റെ ശ്രദ്ധേയമായ ഇടപെടലുകൾ ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ മാതൃക തീർച്ചയായിട്ടും സർക്കാരുകൾ പോലും പകർത്തേണ്ട ഒന്നാണ് എന്ന എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പങ്കുവെക്കുന്നു. കുടുംബശ്രീ ഉണ്ട്, തണലിനെ പോലെയുള്ള ഇത്തരം സമാന്തര സംവിധാനങ്ങളെ സർക്കാർ കൈമെയ് മറന്ന് സഹായിച്ച് നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് സഹായകമാകും വിധം പരിവർത്തിപ്പിക്കാൻ മുന്നോട്ട് വരേണ്ടതുണ്ട്. പൊതുപ്രവർത്തകരായ ഞാൻ ഉൾപ്പെടെ, ഷഫീഖ് ഉൾപ്പെടെയൊക്കെയുള്ള ആളുകൾക്കൊക്കെ അതിലുള്ള ബാധ്യത ഞാനിവിടെ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഈ മുന്നോട്ടുള്ള പോക്ക് നാളുകളിൽ ഉത്തരോത്തരം പുരോഗതിയിലേക്ക് പ്രയാണം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ അവസരത്തിൽ ഞാൻ ആശിക്കുകയാണ്. നമ്മളെയൊക്കെ വിഭജിക്കാനുള്ള കാരണങ്ങൾ തേടുന്ന കാലത്ത് എല്ലാവരെയും കൂട്ടിച്ചേർക്കുന്ന ഒരു സ്ഥിരതയുള്ള തകരാത്ത ഒരു ആശയത്തിൻ്റെ പുറത്ത് ആ ഒരു ചരടിൽ നിങ്ങളെയൊക്കെ ചേർത്ത് കെട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ മാറഞ്ചേരി മാതൃക അത് പൊന്നാനി നിയോജക മണ്ഡലത്തിനല്ല, മലപ്പുറത്തിനല്ല, കേരളത്തിനല്ല, ഈ നാടിനാകെ മാതൃകയാണ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ അണിയറ പ്രവർത്തകരെ മുഴുവൻ അഭിവാദ്യം ചെയ്യാൻ എൻ്റെ അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എല്ലാ സഹോദരിമാർക്കും ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സാമ്പത്തിക സ്വയം പര്യാപ്തത ആശംസിച്ചുകൊണ്ട് അതുവഴി കുടുംബത്തിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള ഗൃഹനാഥകളായിട്ട് മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കുടുംബത്തിനും സമൂഹത്തിനും പ്രകാശം പരത്തുന്ന വിളക്കുകളായിട്ട് നിങ്ങൾക്ക് ഈ തണൽ വഴി ശോഭിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി തുടങ്ങി വെച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് തണൽ, ജയ് ഹിന്ദ്.